ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺട്രാ വൗച്ചറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിഫറെൻറ്റ് വൗച്ചർ ടൈപ്സ് നോക്കിയായിരുന്നു. അതിലെങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചായിരുന്നു. ആ കാറ്റഗറിയിൽ ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് കോൺട്രാ വൗച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് F4 ആണ്. ഓക്കെ, അപ്പം ഒരു കോൺട്രാ വൗച്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിനായിട്ടും ഏത് തരത്തിലുള്ള ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യാനാണ്? ഒരു ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക്, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് അക്കൗണ്ടിലേക്ക്, അതല്ലെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇന്നൊരു ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള ഫണ്ട് ട്രാൻസ്ഫർ കാണിക്കാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കോൺട്രാ വൗച്ചർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക്, അതായത് ക്യാഷ് ഡിപ്പോസിറ്റിന്റെ കേസ്, അതല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്, അത് ക്യാഷ് വിഡ്രോവലിന്റെ കേസ്, വൺ ബാങ്ക് അക്കൗണ്ട് ടു അനദർ ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് ട്രാൻസ്ഫറിന്റെ കേസ്, ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? കോൺട്രാ വൗച്ചർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇതാണ്, ദ ഫോളോയിങ് വൗച്ചേഴ്സ് ക്യാൻ ബി ഡൺ ത്രൂ ദ കോൺട്രാ വൗച്ചേഴ്സ്. കോൺട്രാ വൗച്ചേഴ്സ് വരെ ഏതൊക്കെ ട്രാൻസാക്ഷൻസ് കാണിക്കാൻ പറ്റും? ക്യാഷ് ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, ക്യാഷ് വിഡ്രോവൽ ഫ്രം ദ ബാങ്ക്, ഫണ്ട് ട്രാൻസ്ഫർ ഫ്രം വൺ ബാങ്ക് ടു അനദർ, ക്യാഷ് ട്രാൻസ്ഫർ ടു പെറ്റി ക്യാഷ്. ഓക്കെ, ഇപ്പം ഇത്രയും കാര്യങ്ങൾക്കാണ് നമ്മൾ കോൺട്രാ വൗച്ചർ യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ കുറച്ച് എക്സാമ്പിൾസ് എടുത്തിട്ടുണ്ട്, അത് നമുക്ക് കോൺട്രാ വൗച്ചർ ഉപയോഗിച്ച് ചെയ്ത് നോക്കാം. ഒന്നിൽ പറയുന്നത് ക്യാഷ് ഡിപ്പോസിറ്റ് ആണ് കാണിക്കുന്നത്. RS 5,000 ഡിപ്പോസിറ്റഡ് ഇൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എത്ര രൂപ ഡിപ്പോസിറ്റ് ചെയ്തു? 5,000 ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ക്യാഷ് വിഡ്രോവൽ കാണിക്കാനായിട്ട് നമ്മൾ ഒരു ട്രാൻസാക്ഷൻ എടുത്തിട്ടുണ്ട്. അതായത് 5,000 വിഡ്രോൺ ഫ്രം ആക്സിസ് ബാങ്ക് ഇന്ത്യ. ആക്സിസ് ബാങ്ക് ഇന്ത്യയിൽ നിന്ന് 5,000 വിഡ്രോ ചെയ്തു. ഇനി ഫണ്ട് ട്രാൻസ്ഫർ കാണിക്കാനായിട്ട് 5,000 ട്രാൻസ്ഫർ ഫ്രം ആക്സിസ് ബാങ്ക് ലിമിറ്റഡ് ടു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് ഇത്രയും രൂപ എടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്കിലേക്ക് ആക്സിസ് ബാങ്കിൽ നിന്ന് 5,000 ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാണിക്കാനായിട്ട് നമ്മൾ 3 എക്സാമ്പിൾസ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അറിയാം, ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും മാത്രം ഇൻവോൾവ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ് കോൺട്രാ വൗച്ചറിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊക്കെ ലെഡ്ജേഴ്സ് ആണ് ആവശ്യമായിട്ടുള്ളത്? ഒന്ന് ക്യാഷും വേണം, പിന്നെന്താണ് വേണ്ടത്? ബാങ്ക് അക്കൗണ്ട്സും വേണം. ക്യാഷ് അക്കൗണ്ട് നമുക്കറിയാം, ടാലിയിൽ ഡിഫോൾട്ട് ആയിട്ട് ക്യാഷ് അക്കൗണ്ട് ഉണ്ടായിരിക്കും. നമുക്ക് വേണ്ടത് ബാങ്ക് അക്കൗണ്ട് ആണ്. ബാങ്ക് അക്കൗണ്ട് നമ്മളിവിടെ ആക്സിസ് ബാങ്ക് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടും വേണം, പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന രണ്ടാമതൊരു അക്കൗണ്ടും കൂടി നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഈ അക്കൗണ്ട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ടാലി ഓപ്പൺ ചെയ്യുക. ടാലിയിൽ നിന്ന് കമ്പനി സെലക്ട് ചെയ്യുക. ഞാനിവിടെ കൊച്ചിൻ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു പുതിയ കമ്പനിയാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി അതിൻ്റെ അകത്ത് നമുക്ക് അക്കൗണ്ട്സ് ഇൻഫോ സെലക്ട് ചെയ്യുക. അക്കൗണ്ട്സ് ഇൻഫോയിൽ ലെഡ്ജേഴ്സ് എടുക്കുക. ലെഡ്ജേഴ്സിൽ ക്രിയേറ്റ്. അപ്പം നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബാങ്ക് അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നെയിം കൊടുത്തു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് അണ്ടർ ഏതിന്റെ കീഴിലാണ്? ബാങ്ക് അക്കൗണ്ടിന്റെ കീഴിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ബാങ്ക് അക്കൗണ്ട്സ് സെലക്ട് ചെയ്തു. ഇനി ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. ഇവിടെ അക്കൗണ്ട് ഹോൾഡേഴ്സ് നെയിമിൽ കൊച്ചിൻ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് വന്നിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യാം. IFSC കോഡ്, ബാങ്ക് നെയിം, ബ്രാഞ്ച് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത്. രണ്ടാമത്തതിൽ ബാങ്ക് കോൺഫിഗറേഷൻ, അവിടെ സെറ്റ് ചെക്ക് ബുക്സ്, പിന്നെ സെറ്റ് ചെക്ക് പ്രിന്റിംഗ് കോൺഫിഗറേഷൻ, ഈ രണ്ട് കാര്യങ്ങൾ അവിടെ എൻ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് മെയിലിംഗ് ഡീറ്റെയിൽസ് ആണ്. അതിൻ്റെ അകത്ത് നെയിം, അഡ്രസ്സ്, കൺട്രി, സ്റ്റേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ എൻ്റർ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കാം. നമ്മളിവിടെ ഒരു 10,000 എന്നുള്ളത് ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് കൊടുക്കാം. ഇവിടെ 10,000 ഓപ്പണിംഗ് ബാലൻസ് കാണിക്കുന്നുണ്ട്. ദെൻ അക്സെപ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ അടുത്ത ബാങ്ക് ക്രിയേറ്റ് ചെയ്യുക. അടുത്ത ബാങ്ക് ഏതാണ്? ആക്സിസ് ബാങ്ക് ആണ്. അപ്പം ആക്സിസ് ബാങ്ക് ലിമിറ്റഡ്, അതും ഇതിന്റെ കീഴിൽ തന്നെയാണ് വരേണ്ടത്, ബാങ്ക് അക്കൗണ്ട്സിന്റെ കീഴിൽ തന്നെയാണ് വരേണ്ടത്. പിന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസിൽ കൊച്ചിൻ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, പിന്നെ IFSC കോഡ്, ബാങ്ക് നെയിം, ബ്രാഞ്ച്, ബാങ്ക് കോൺഫിഗറേഷൻ ഒക്കെ കൊടുക്കുക. മെയിലിംഗ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ മെയിലിംഗ് ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. ദെൻ ഓപ്പണിംഗ് ബാലൻസും കൊടുക്കാം. ഓപ്പണിംഗ് ബാലൻസ് നമ്മളും ഇവിടെ ഒരു 10,000 എന്നുള്ളത് എൻ്റർ ചെയ്യാണ്. ഇപ്പോൾ രണ്ട് ബാങ്കിലും 10,000 വെച്ചിട്ട് നമുക്ക് പൈസ ഉണ്ട്. ഇനി അക്സെപ്റ്റ് ചെയ്തു. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഓൾറെഡി ഉണ്ട്, രണ്ട് ബാങ്ക് അക്കൗണ്ട്സും നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യാം. Ctrl Q കൊടുത്ത് പ്രസ് ചെയ്ത്
ബാക്കിലേക്ക് വരിക. ദെൻ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വരണം. കൺട്രോൾ ക്യൂ പ്രസ് ചെയ്തു. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഏത് വൗച്ചറാണ് യൂസ് ചെയ്യേണ്ടത്? അക്കൗണ്ടിങ് വൗച്ചർ സെലക്ട് ചെയ്യുക. അതിനകത്ത് കോൺട്ര ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കോൺട്ര വൗച്ചർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി ഇവിടെ കോൺട്ര വൗച്ചർ അല്ല, ഒരു പേയ്മെന്റ് വൗച്ചർ ആയിരുന്നു കിടന്നിരുന്നത് എങ്കിൽ നമുക്ക് ഈ സൈഡിലുള്ള ബട്ടൺ പാനലിൽ നിന്ന് കോൺട്ര വൗച്ചർ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ F4 എന്നുള്ള ഫംഗ്ഷൻ കീ വേണമെങ്കിൽ പ്രസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കോൺട്ര വൗച്ചർ സെലക്ട് ചെയ്തു. ഇനി ഈ കോൺട്ര വൗച്ചറിന്റെ കോൺഫിഗറേഷൻ ഒന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ അകത്ത് സിംഗിൾ എൻട്രി മോഡിൽ, ഡബിൾ എൻട്രി മോഡിലും ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക, യൂസ് സിംഗിൾ എൻട്രി മോഡ്. അത് യെസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് സിംഗിൾ എൻട്രി മോഡിലാണ്. ഇനി ക്രെഡിറ്റ് ഡെബിറ്റ് ഫീൽഡിന് പകരം നമുക്ക് ടു ബൈ എന്നുള്ള ഫീൽഡ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ക്രെഡിറ്റ് ഡെബിറ്റ് എന്നുള്ള ടേംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ യെസ് എന്ന് കാണിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കോൺഫിഗറേഷൻസ് നോക്കുക. ദെൻ നമ്മൾ സിംഗിൾ എൻട്രി മോഡിലാണ് ഇപ്പോൾ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ട്രാൻസാക്ഷൻ നോക്കാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 5,000 ഡിപ്പോസിറ്റഡ് ഇൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് നമ്മൾ എത്ര രൂപ ഡിപ്പോസിറ്റ് ചെയ്തു? 5,000 ഡിപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കോൺട്രാ വൗച്ചർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ അക്കൗണ്ട് എന്നുള്ള ഫീൽഡിൽ നമ്മൾ ഏത് സെലക്ട് ചെയ്യുക? SBI എന്നുള്ളത് സെലക്ട് ചെയ്യുക. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇപ്പം എത്ര ബാലൻസ് ഉണ്ട്? 10,000 ബാലൻസ് ഉണ്ട്. ഇനി പർട്ടിക്കുലേഴ്സ് എന്നുള്ള ഫീൽഡിൽ ഏത് അക്കൗണ്ട് സെലക്ട് ചെയ്യുക? ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്തു. എത്ര രൂപയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? 5,000 ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, ഈ രീതിയിലാണ് കോൺട്രാ വൗച്ചറിൽ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ എന്താ ചെയ്തത്? നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുമായിരുന്നു. ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഏത് അക്കൗണ്ടിലേക്കാണ്? ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ട് എന്നുള്ള സ്ഥലത്ത് ഏത് സെലക്ട് ചെയ്യുക? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സെലക്ട് ചെയ്യുക. ക്യാഷ് എന്നുള്ള സ്ഥലത്ത് ഏത് സെലക്ട് ചെയ്യുക? പർട്ടിക്കുലേഴ്സ് എന്നുള്ള ഫീൽഡിന്റെ താഴെയായിട്ട് ഏത് അക്കൗണ്ട് സെലക്ട് ചെയ്യുക? ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഡെബിറ്റ് ലെഡ്ജർ എന്ന് പറയുന്നത് SBIയും ക്രെഡിറ്റ് ക്യാഷും ആണ്. ഓക്കെ, അക്സെപ്റ്റ് ചെയ്യാം. നരേഷൻ കൊടുക്കണമെങ്കിൽ രണ്ടാമത്തെ ഒരു സ്ക്രീൻ ചോദിക്കുന്നുണ്ട്. ഇത് നമുക്ക് ക്യാഷ് എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് ആണ്. എമൗണ്ട്, ട്രാൻസാക്ഷൻ ടൈപ്പ് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ഇനി അതിൻ്റെ ഡിനോമിനേഷൻ ചോദിക്കുന്നുണ്ട്. ചെക്ക് അല്ലെങ്കിൽ DD ആയിട്ടാണ് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തിരുന്നതെങ്കിൽ ആ ഡീറ്റെയിൽസും നമുക്ക് തൊട്ട് മുന്നത്തെ സ്ക്രീനിൽ എൻ്റർ ചെയ്യാം. ഇപ്പം നമ്മൾ ക്യാഷ് ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മളോട് ചോദിക്കുന്നത് ഡിനോമിനേഷൻ ആണ്. നമുക്ക് ഇവിടെ 10,000-ന്റെ 5 നോട്ട് അല്ലെ 1000-ന്റെ 5 എന്നുള്ള രീതിയിൽ കൊടുക്കാം. അപ്പം എമൗണ്ട് എത്ര വരും? 5,000 എന്ന് കാണിക്കും. കൂടുതൽ ആക്യുറസിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, ക്യാഷ് ടൈപ്പ് ട്രാൻസാക്ഷൻ ആണ് വന്നിരിക്കുന്നത്. ചെക്ക് ഒക്കെ ആയിരുന്നെങ്കിൽ ആ ചെക്ക് ഡീറ്റെയിൽസ് ഒക്കെ നമ്മളിവിടെ, ചെക്ക് അല്ലെങ്കിൽ DD ആയിരുന്നെങ്കിൽ അതാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട്. ഈ നരേഷൻ കൊടുക്കുക. നരേഷൻ കൊടുത്തിട്ട് സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ഈ രീതിയിലാണ് ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ട്രാൻസാക്ഷൻ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തതാണ് ക്യാഷ് വിഡ്രോവൽ ആണ്. ഓക്കെ, അപ്പോൾ ആക്സിസ് ബാങ്കിൽ നിന്ന് നമ്മൾ എത്ര രൂപ വിഡ്രോ ചെയ്തു? 5,000 വിഡ്രോ ചെയ്തു. അപ്പോൾ അത് നമുക്ക് കാണിക്കാം. അപ്പം ക്യാഷ് വിഡ്രോവൽ എന്ന് പറയുമ്പോൾ ഫണ്ട് ട്രാൻസ്ഫർ എങ്ങനെയാണ്? ക്യാഷ് വിഡ്രോവലിന്റെ കേസിൽ ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് ആണ്. ഓക്കെ, ക്യാഷ് വിഡ്രോവലിൽ ക്യാഷ് എങ്ങോട്ടാണ് വരുന്നത്? ക്യാഷ് അക്കൗണ്ടിലേക്കാണ് വരുന്നത്. അപ്പം നമ്മളിവിടെ അക്കൗണ്ടിന്റെ സ്ഥലത്ത് ഏത് അക്കൗണ്ട് സെലക്ട് ചെയ്യുക? ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. കാരണം ക്യാഷ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് ക്യാഷ് വരുന്നത്. അപ്പോൾ ഇവിടെ ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്തു. പർട്ടിക്കുലേഴ്സ് ഏത് അക്കൗണ്ടിൽ നിന്നാണ് ക്യാഷ് വരുന്നത്? ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് അല്ലെ. അതിൽ തന്നെ ഏത് ബാങ്കാണ്? ആക്സിസ് ബാങ്ക് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആക്സിസ് ബാങ്ക് സെലക്ട് ചെയ്യാം. എത്ര രൂപയായിരുന്നു ട്രാൻസ്ഫർ ചെയ്തത്? 5,000 ആയിരുന്നു ട്രാൻസ്ഫർ ചെയ്തത്. ഇനി ട്രാൻസാക്ഷൻ ടൈപ്പ് ചോദിക്കുന്നുണ്ട്. ചെക്കാണോ ക്യാഷ് ആണോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, ഫണ്ട് ട്രാൻസ്ഫർ കഴിഞ്ഞു. ഇനിയുള്ളത് ടാബ് പ്രസ് ചെയ്യുക. അപ്പം നരേഷൻ ചോദിക്കും. ദെൻ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ഏതായിരുന്നു? ഒരു ബാങ്കിൽ നിന്നും ഇന്നൊരു ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഒരു ബാങ്കിൽ നിന്ന് ഇന്നൊരു ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇവിടെ ഫണ്ട് ട്രാൻസ്ഫർ ആണ്. ഫണ്ട് ട്രാൻസ്ഫർ ആക്സിസ് ബാങ്കിൽ നിന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ് നമ്മൾ 5,000 ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം
ഏത് ബാങ്കിലേക്കാണ് ക്യാഷ് വരുന്നത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഏത് ബാങ്ക് സെലക്ട് ചെയ്യുക? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്യുക. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഏത് അക്കൗണ്ടിൽ നിന്നാണ് ക്യാഷ് പോകുന്നത്? ആക്സിസ് ബാങ്കിൽ നിന്ന്. ആക്സിസ് ബാങ്ക് സെലക്ട് ചെയ്യുക. ഓക്കെ, എമൗണ്ട് എത്രയാണ്? 5000 ആണ്. അപ്പോൾ ആക്സിസ് ബാങ്കിന്റെ ഇപ്പോഴത്തെ കറണ്ട് ബാലൻസ് എന്ന് പറയുന്നത് 5000 ആണ്. നമ്മൾ ഈ എമൗണ്ട് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ചെക്ക് എന്നുള്ളതാണ് ട്രാൻസാക്ഷൻ ടൈപ്പ് കിടക്കുന്നത്. ഡിഫോൾട്ട് ട്രാൻസാക്ഷൻ ടൈപ്പ് ചെക്ക് അല്ലെങ്കിൽ DD ആണ്. കറണ്ട് ബാലൻസ് 00 ആയിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് എത്ര രൂപയും കൂടെ വന്നിട്ടുണ്ട്? 5000 കൂടി വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ ഒരു കോൺട്രാ വൗച്ചറിൽ ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നോക്കിയത് സിംഗിൾ എൻട്രി മോഡിലായിരുന്നു. നമുക്ക് ഈ സെയിം ട്രാൻസാക്ഷൻസ് തന്നെ ഡബിൾ എൻട്രി മോഡിൽ ഒന്നും കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഇത് അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്തു. അപ്പം സിംഗിൾ എൻട്രി മോഡ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ F12 കോൺഫിഗറേഷൻ എടുക്കുക. F12 കോൺഫിഗറേഷൻ എടുക്കുമ്പോൾ കോൺട്രാ കോൺഫിഗറേഷൻ കിട്ടും. അതിൻ്റെ അകത്ത് യൂസ് സിംഗിൾ എൻട്രി മോഡ് എന്നുള്ളത് ഇപ്പം എസ് ആണ് കിടക്കുന്നത്. അത് നമുക്ക് നോ സെറ്റ് ചെയ്യാം. ക്രെഡിറ്റ് ഡെബിറ്റ് വേണോ 2 ബൈ എന്നാണോ വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. നമ്മളിവിടെ ക്രെഡിറ്റ് ഡെബിറ്റ് എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അക്സെപ്റ്റ് ചെയ്യാം. ഇപ്പോൾ കോൺട്രാ വൗച്ചറിന്റെ ലേഔട്ട് ഒന്ന് മാറിയിട്ടുണ്ട്. മറ്റേത് അക്കൗണ്ട് നെയിം പർട്ടിക്കുലേഴ്സ് എന്നൊക്കെ പറഞ്ഞായിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണ്? പർട്ടിക്കുലേഴ്സിന്റെ താഴെ ക്രെഡിറ്റ് ലെഡ്ജറും ഡെബിറ്റ് ലെഡ്ജറും സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ആണ് നമ്മളോട് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നേരത്തെ പോലെ ഒന്നും കൂടെ തന്നെ ചെയ്ത് നോക്കാം. ആദ്യത്തെ ഏതായിരുന്നു? ക്യാഷ് ഡിപ്പോസിറ്റ് ആയിരുന്നു അല്ലേ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് നമ്മൾ 5000 ഡിപ്പോസിറ്റ് ചെയ്തു. അപ്പം നമുക്കത് ചെയ്ത് നോക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് നമ്മൾ എന്താണ് ഡിപ്പോസിറ്റ് ചെയ്തത്? 5000 ഡിപ്പോസിറ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ ക്രെഡിറ്റ് ലെഡ്ജർ ഏതായിരിക്കും? ക്യാഷ് ആയിരിക്കും. എത്ര രൂപയാണ് ഡിപ്പോസിറ്റ് ചെയ്തത്? 5000 ആണ് ഡിപ്പോസിറ്റ് ചെയ്തത്. അപ്പൊ കറണ്ട് ബാലൻസ് എത്രയാണ്? ക്യാഷ് അക്കൗണ്ടിൽ കറണ്ട് ബാലൻസ് 1 lakh ആണ്. ഓക്കെ, അപ്പോൾ അത് 95,000 ആയിട്ട് മാറിയിട്ടുണ്ട്. ഡെബിറ്റ് ലെഡ്ജറിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇപ്പോൾ കിടക്കുന്നത്. നമുക്കത് വേണമെങ്കിൽ ആക്സിസ് ബാങ്കിൽ നിന്ന് മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് എത്ര രൂപ വന്നിട്ടുണ്ട്? 5000 വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഡബിൾ എൻട്രി മോഡിൽ നമ്മൾ കോൺട്രാ വൗച്ചറിൽ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുന്നത്. ഡിപ്പോസിറ്റ് ആണ് നമ്മളിപ്പോൾ നോക്കിയത്. ഡിപ്പോസിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് ലെഡ്ജറിന്റെ സ്ഥലത്ത് ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക, ഡെബിറ്റിന്റെ സ്ഥലത്ത് ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ദെൻ ട്രാൻസാക്ഷൻ ടൈപ്പ് ആണ് ക്യാഷ് അക്കൗണ്ട് ആണ്. ക്യാഷ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മളോട് ഏത് ചോദിക്കുന്നുണ്ട്? ഡിനോമിനേഷൻ ചോദിക്കുന്നുണ്ട്. 5000 ആയിരുന്നു. നമുക്കത് വേണമെങ്കിൽ 500ന്റെ 10 നോട്ടായിട്ട് എൻ്റർ ചെയ്യാം. നരേഷൻ ആവശ്യമുണ്ടെങ്കിൽ നരേഷൻ കൊടുക്കുക, അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ ഏതായിരുന്നു? ക്യാഷ് വിഡ്രോവൽ ആയിരുന്നു. ആക്സിസ് ബാങ്കിൽ നിന്ന് 5000 വിഡ്രോ ചെയ്തു. ആക്സിസ് ബാങ്കിൽ നിന്ന് 5000 വിഡ്രോ ചെയ്തു. അപ്പം ക്രെഡിറ്റ് ലെഡ്ജറിന്റെ സ്ഥലത്ത് ഏത് കൊടുക്കുക? ആക്സിസ് ബാങ്ക് സെലക്ട് ചെയ്യുക. ഇപ്പം ആക്സിസ് ബാങ്കിൽ ഇപ്പം കറണ്ട് ബാലൻസ് എന്നുള്ളത് 00 ആണ്. നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് തന്നെ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് 5000 വിഡ്രോ ചെയ്തു. ആ രീതിയിൽ കൺസിഡർ ചെയ്താൽ മതി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് 5000 വിഡ്രോ ചെയ്തു. അപ്പോൾ കറണ്ട് ബാലൻസ് എത്രയുണ്ട്? 25,000 ഉണ്ട്. നമുക്ക് വിഡ്രോ ചെയ്യാം. 5000 വിഡ്രോ ചെയ്തു. ആയിട്ടാണ് ട്രാൻസാക്ഷൻ ടൈപ്പ് കാണിക്കുന്നത്. അത് ഏത് അക്കൗണ്ടിലേക്കാണ് പോകുന്നത്? ക്യാഷ് അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്യാഷ് അക്കൗണ്ടിലേക്ക് 5000 വന്നിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് 5000 കുറഞ്ഞിട്ടുണ്ട്. സ്ക്രീൻ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഇനി അടുത്തതാണ് ഫണ്ട് ട്രാൻസ്ഫർ ആയിരുന്നു. ഫണ്ട് ട്രാൻസ്ഫറിന് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ആക്സിസ് ബാങ്കിലേക്ക് 5000 ട്രാൻസ്ഫർ ചെയ്ത് നോക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ആക്സിസ് ബാങ്കിലേക്കാണ് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഏത് ബാങ്കിലേക്കാണ് ക്യാഷ് വരുന്നത്? ആക്സിസ് ബാങ്കിലേക്കാണ് ക്യാഷ് വരുന്നത്. നമുക്കിവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്രെഡിറ്റ് ഫീൽഡിൽ സെലക്ട് ചെയ്യാം. 5000 ട്രാൻസാക്ഷൻ ടൈപ്പ് ചെക്കാണ് കിടക്കുന്നത്. ഡെബിറ്റ് അക്കൗണ്ട് ഏതാണ്? ആക്സിസ് ബാങ്ക് ആണ്. ആക്സിസ് ബാങ്കിൽ നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ അവിടെ 0 ബാലൻസ് ആയിരുന്നു.
ഡെബിറ്റ് വന്നിട്ടുണ്ട്. ട്രാൻസാക്ഷൻ ടൈപ്പ് ചെക്കാണ് കാണിക്കുന്നത്. ദെൻ നരേഷൻ, ആവശ്യമുള്ള നരേഷൻ കൊടുക്കുക, എന്നിട്ട് അക്സെപ്റ്റ് ചെയ്യുക. ഈ രീതിയിലാണ് നമ്മൾ കോൺട്രാ വൗച്ചേഴ്സ് ഉപയോഗിച്ചിട്ട് ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ 2 മോഡ് പഠിച്ചായിരുന്നു, സിംഗിൾ എൻട്രി മോഡ്, ഡബിൾ എൻട്രി മോഡ് നമ്മൾ നോക്കിയായിരുന്നു. കോൺട്രാ വൗച്ചർ യൂസ് ചെയ്യുമ്പോൾ സിംഗിൾ എൻട്രി മോഡാണ് കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ളത്. ഡബിൾ എൻട്രി മോഡിലാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുക, ക്രെഡിറ്റ് ഡെബിറ്റ് ഫീൽഡ് സെപ്പറേറ്റ് പറഞ്ഞായിരിക്കും നമ്മൾ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുന്നത്. അപ്പം ഡെപ്പോസിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് ലെഡ്ജറായിട്ട് ക്യാഷ് എടുക്കുക, ഡെബിറ്റ് ലെഡ്ജറായിട്ട് ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക. വിഡ്രോവൽ ആണെങ്കിൽ ക്രെഡിറ്റ് ലെഡ്ജറായിട്ട് ബാങ്ക് അക്കൗണ്ടും ഡെബിറ്റ് ലെഡ്ജറിന്റെ സ്ഥലത്ത് ക്യാഷ് അക്കൗണ്ടുമാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഫണ്ട് ട്രാൻസ്ഫർ ആണെങ്കിൽ ടു അക്കൗണ്ട്, ബൈ അക്കൗണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. ഇത്രയാണ് കോൺട്രാ വൗച്ചറിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ എൻ്റർ ചെയ്ത ട്രാൻസാക്ഷൻസ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വരിക, ഡിസ്പ്ലേയിൽ വരിക, ഡിസ്പ്ലേയിൽ ഡേ ബുക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ നോക്കി കോൺട്രാ വൗച്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ 3 ട്രാൻസാക്ഷൻസ് വെച്ച് 2 രീതിയിൽ കാണിച്ചായിരുന്നു, സിംഗിൾ എൻട്രിയും ഡബിൾ എൻട്രിയും കാണിച്ചായിരുന്നു. അതുകൊണ്ടാണ് 6 വൗച്ചേഴ്സ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ പർട്ടിക്കുലേഴ്സ് ഏതൊക്കെ, ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളും പിന്നെ വൗച്ചർ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, പിന്നെ വൗച്ചർ നമ്പർ കൊടുത്തിട്ടുണ്ട്, എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് കോൺട്രാ വൗച്ചറിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.